മുതിർന്ന കോൺഗ്രസ് നേതാവ് പി തങ്കച്ചൻ അന്തരിച്ചിരിക്കുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് പി തങ്കച്ചന്റെ നിര്യാണമുണ്ടായിരിക്കുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ മേഖലയിൽ വലിയ തലയെടുപ്പുള്ള നേതാക്കളിൽ ഒരാളാണ് ശ്രീ പി തങ്കച്ചൻ. KPCC അധ്യക്ഷനായിരുന്നു, കേരളത്തിന്റെ സ്പീക്കറായിരുന്നു, മന്ത്രിയായിരുന്നു. ആ നിലക്കൊക്കെ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വം, മുതിർന്ന കോൺഗ്രസ് നേതാവ് പി തങ്കച്ചൻ വിടവാങ്ങിയിരിക്കുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. ചികിത്സയിലിരിക്കുകയാണ് ഇപ്പോൾ. അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ അന്ത്യമുണ്ടായത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് പി തങ്കച്ചൻ അന്തരിച്ചിരിക്കുന്നു. അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന് നിര്യാണമുണ്ടായത്. മരണസമയം MK ഷുക്കൂർ വിശദാംശങ്ങൾ നൽകും. ഷുക്കൂർ, ഏത് ഹോസ്പിറ്റലിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്? ഇപ്പോൾ പാർട്ടിയും ബന്ധുക്കളും ഒക്കെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്താണ് അപ്ഡേറ്റ് ചെയ്യാനുള്ളത് ഷുക്കൂർ? സൈഫുദ്ദീൻ ആലുവയിലെ രാജഗിരി ആശുപത്രിയിലായിരുന്നു അദ്ദേഹം ഏറെ നാളായി ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായിട്ട് ഏതാണ്ട് ആഴ്ചകളായി. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ ഗുരുതരമായിരുന്നു എന്നൊരു അറിയിപ്പ് രാവിലെ മുതൽ ഉണ്ടായിരുന്നു. അല്പസമയം മുമ്പാണ് അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ആലുവയിലെ രാജഗിരി ആശുപത്രിയിലുണ്ട്. നേതാക്കളെല്ലാം തന്നെ അങ്ങോട്ടേക്ക് ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കമുള്ളവർ അവിടെ എത്തും. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇന്ന് കൊച്ചിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടുന്ന് പോയിട്ടില്ലെങ്കിൽ അദ്ദേഹം അടക്കമുള്ളവർ നേതാക്കളും ഉടൻ തന്നെ ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് എത്തും. അവിടെയാണ് ഇപ്പോൾ മൃതദേഹമുള്ളത്.